ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയായ റാഗി ആൻഡ് ഓട്സ് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതിന് വേണ്ടത് ഒരു 50 ഗ്രാം റാഗി വേണം. രാവിലെ നമ്മൾ അതിനെ വെള്ളത്തിൽ കുതിർത്ത് എടുക്കണം. ഒരു 50 ഗ്രാം ഓട്സ് വേണം. ഈ റാഗി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ച് എടുത്തോളണം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഓട്സ് കൂടെ നമുക്ക് എടുക്കാം. 2 ഗ്ലാസ് തലേ ദിവസത്തെ കഞ്ഞി വെള്ളം വേണം. ആവശ്യത്തിനുള്ള ഉപ്പ്, ശകലം ജീരകവും കുരുമുളക് പൊടിയും കൂടെ നമുക്ക് എടുക്കണം. ആദ്യം നമുക്ക് മിക്സിയിൽ ഈ റാഗി നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് വയ്ക്കാം. ഇതിൻ്റെ കൂടെ 2 ഗ്ലാസ് കഞ്ഞിവെള്ളവും 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്യണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇത് പകുതി വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഓട്സ് കൂടെ നമുക്ക് ചേർക്കണം. ഓട്സ് കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഓട്സ് വേവാൻ കുറച്ച് സമയം മതി. സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണേ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ജീരകവും കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് അതുകൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ 2 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പുളിക്കാത്ത തൈര് കൂടെ നമുക്ക് ചേർക്കണം. നമ്മുടെ റാഗി ഓട്സ് കഞ്ഞി റെഡി. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ മല്ലിച്ചമ്മന്തിയും അച്ചാറും, മാങ്ങ അച്ചാറുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.